Dear students, welcome to mathematics class. We have to find the answers for 4 more questions in page number 59. Okay, polygons എന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റിലത്തെ പേജിലുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The first one, the figure shows a regular pentagon and a regular hexagon put together. How much is angle PQR? ഫിഗറിൽ ഒരു റെഗുലർ പെൻറ്റഗണും റെഗുലർ ഹെക്സഗണും കൂടെ രണ്ടും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു ആംഗിൾ PQR ഉണ്ട്. ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും ആ ആംഗിൾ PQRൻ്റെ മെഷർ എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ റെഗുലർ ഹെക്സഗൺ യു നോ 6 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിക്സ് സൈഡ്സും 6 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ഹെക്സഗണെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഇതിനോട് ഒരു റെഗുലർ പെൻറ്റഗൺ കൂടി ചേർത്ത് വെച്ചിരിക്കുന്നു. Angle PQR is this angle PQR, this one. What is the measure of that angle എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദി മെഷർ ഓഫ് ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ ആൻഡ് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഓക്കെ, റെഗുലർ ഹെക്സഗണിൻ്റെ ഓരോ ആംഗിളിൻ്റെയും മെഷർ 120 ഡിഗ്രി ആണെന്നും റെഗുലർ പെൻറ്റഗണിൻ്റെ ഓരോ ആംഗിളിൻ്റെയും മെഷർ 108 ഡിഗ്രി ആണെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് കാണാനുള്ള ഫോർമുല n-2 × 180. ഓക്കെ, അപ്പോൾ 6 - 2 × 180 ദാറ്റ് ഈസ് 4 × 180 ആയിരിക്കും. ഇത് സമ്മാണ്. ഈ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ആംഗിൾസ് ആയ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. 18 / 6 = 3. പിന്നെ ഈ 0 കൂടെ ഇവിടെ എഴുതിയാൽ 30 × 4 = 120 ഡിഗ്രി. അങ്ങനെയാണ് ഈ ആംഗിൾ = 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ദ സം ഓഫ് ദി ഓൾ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ, അല്ല ആദ്യം ഞാൻ പറഞ്ഞത് ഹെക്സഗൺ ആണ്, പിന്നെ പെൻറ്റഗണെ കുറിച്ച് പറയാണ്. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ വിൽ ഗെറ്റ് വാട്ട് n-2 × 180 എന്നുള്ള ഫോർമുല. അവിടെ n എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 - 2 3. അപ്പോൾ 3 × 180 ഇതാണ് പെൻറ്റഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ്. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ ആകുമ്പോൾ എല്ലാ ആംഗിൾസും സെയിം ആയതുകൊണ്ട് ഇതിനെ നമ്മൾ നമ്പർ ഓഫ് ആംഗിൾസ് ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18നെ നമുക്ക് 180യെ നമുക്ക് എന്ത് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 5s 15, പിന്നെ 3 ഉണ്ടാവും 30. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് വാട്ട് 36. ഓക്കെ, ആ 36നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 36 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് 108. അപ്പോൾ ഓരോ ആംഗിളും ഇതിൻ്റെ റെഗുലർ പെൻറ്റഗണിൻ്റെ ആംഗിൾ എത്രയായിരിക്കും, 108 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഇത് റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ ഈച്ച് ആംഗിൾ ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഇവിടെയൊക്കെ 120 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഇറ്റ് ഈസ് എ റെഗുലർ പെൻറ്റഗൺ. അപ്പോൾ എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ 108 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് 108 ഡിഗ്രി. ഇനി വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ PQR എന്ന് നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആംഗിളിൻ്റെ മെഷർ എത്രയാണെന്ന് ചോദിച്ചാൽ യു വിൽ സേ ദാറ്റ് ഈസ് 90. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇത് എത്രയാണ്, ഇതും 90 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന 90, ഇത് 90. ഓക്കെ, അപ്പോൾ ഈ 4 ആംഗിൾസിൻ്റെ സം എത്രയാണ്, 90 × 4 = 360 ഡിഗ്രിയാണ്. ഓക്കെ, 4 ആംഗിൾസിൻ്റെ സം 360 ഡിഗ്രിയാണ്. ഇനി ഞാൻ ഈ വെർട്ടെക്സിന് വേറെ ലൈൻസ് വരയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു. അപ്പോൾ ഈ 90 ഡിഗ്രി ആംഗിൾ 2 ആംഗിൾസായി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ 4 + 1 5 ആംഗിൾസ് ഉണ്ട്. ഈ 5 ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും, 360 തന്നെ ആയിരിക്കും. കാരണം ആംഗിൾസ് ഒന്നും മാറിയിട്ടില്ല, നേരത്തുള്ള ആംഗിൾസ് തന്നെയാണ് അവിടെ ഉള്ളത്. അതിൽ ഒരു ആംഗിൾ ഞാൻ ഡിവൈഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ ഞാനൊരു ലൈൻ വരച്ചു, അല്ലെ വീണ്ടും ലൈൻ വരച്ചു. ഇങ്ങനെ ധാരാളം ലൈൻ വരച്ചു വെച്ചിരിക്കുക.
അപ്പോൾ എന്താ സംഭവിക്കുക? ലൈൻസ് വരയ്ക്കുന്നതിനനുസരിച്ച് ആംഗിൾസിൻ്റെ എണ്ണം കൂടുന്നുള്ളൂ, പക്ഷേ ടോട്ടൽ സം വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നമ്മൾ എത്ര ആംഗിൾസ് വരച്ചാലും ആ എല്ലാ ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതുപോലുള്ളൊരു കേസ് പെടേണ്ടതാണ്. ഈ പോയിന്റിൽ ഇങ്ങോട്ടൊരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ എത്ര ആംഗിൾസ് ഉണ്ടായി? 1 2 3 ആംഗിൾസ്. അപ്പോൾ ആ 3 ആംഗിൾസിൻ്റെ സമ്മ് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ പി ക്യു ആറിൻ്റെ മെഷർ കിട്ടാൻ എന്ത് ചെയ്യുക? ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് കാണാം, എന്നിട്ട് അത് 360യിൽ നിന്ന് മൈനസ് ചെയ്യുക. ദെൻ വിൽ ഗെറ്റ് വാട്ട്? ആംഗിൾ പി ക്യു ആർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സൈഡിൽ എഴുതി വെക്കാം. ഒരു പോയിന്റിൽ കുറേ ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് ഇത് സം ഓഫ് ദി ആംഗിൾസ് അറ്റ് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾസിൻ്റെ എല്ലാം സമ്മ് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എന്താണ്? ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. അതേപോലെ തന്നെ ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ is equal to 108 ഡിഗ്രി. ഇത് രണ്ടും ആദ്യം എഴുതി വെക്കുന്നു. അതിനുശേഷം മറ്റേ കാര്യം ഓർക്കുക, എന്തെന്ന്? സം ഓഫ് എനി നമ്പർ ഓഫ് ആംഗിൾസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ അറ്റ് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി എന്നുള്ളത്. അവിടെ നമ്മൾ ആംഗിൾ പി ക്യു ആർ കണ്ടെത്തും. ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു 360 മൈനസ് ഏതെല്ലാം മൈനസ് ചെയ്യണം? 120 പ്ലസ് 108. അപ്പോൾ 120യും 108ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 228 ഉണ്ടാവും. ആ 228 എന്ത് ചെയ്യുക? 360ന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, 360 മൈനസ് 228. അപ്പോൾ ഇവിടെ നമുക്ക് 2 കിട്ടും. 5 മൈനസ് 2 ഈസ് ഈക്വൽ ടു 3. ഓക്കെ, 3 മൈനസ് 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 132 എന്ന് കിട്ടും. സോ ദിസ് ഈസ് 132 ഡിഗ്രി. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ലാസ്റ്റ് പേജിൽ 59th പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ 6 പേജ് 59. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി 7th ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 1 more polygon ഈസ് ദർ. ഓക്കെ, ഒരു പോളിഗൺ കൂടെ എക്സ്ട്രാ ഉണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു ആംഗിളിൻ്റെ മെഷർ കാണുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്ക്വയർ തന്നു. ആ സ്ക്വയറിനോട് നേരത്തെ ഉള്ളതുപോലെ തന്നെ എന്താണ്? ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്, അതുപോലെ തന്നെ റെഗുലർ പെൻറ്റഗൺ ഉണ്ട്. റെഗുലർ പെൻറ്റഗൺ. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, സ്ക്വയർ, ഇങ്ങനെ 3 റെഗുലർ പോളിഗൺസ് തന്നിട്ടുണ്ട്. And here there is one angle. That angle we want to find out. Measure of that angle. Angle BAC. Okay, ഇതാണ് ഈ പോയിൻ്റാണ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആംഗിൾ BACയുടെ മെഷർ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ്. നമുക്കറിയാം ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ ഈസ് 108 ഡിഗ്രി. ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 120 degree, and each angle of a square is 90 degree. So add all these 3 angles and subtract from 360. At this point there are 4 angles. Okay, this is the first one, second one, third one, and 4 angles. So sum of the 4 angles will be 360 degree. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുന്നത്
This is 7th question. Okay, question 7, page 59. Each angle of regular hexagon is equal to 120 degree. പിന്നെ ഇതേപോലെ തന്നെ each angle of pentagon, regular pentagon is equal to 108 degree. Okay, then each angle of square is equal to 90 degree. Okay, ഇവിടെ regular pentagon ആണ്, ഇവിടെ എന്താണ് സ്ക്വയർ ആണ്. ഓക്കെ, മാറ്റി എഴുതുക. Then therefore angle BAC is equal to 360 minus 108 plus 90 plus 120. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 120 plus 90 is equal to 210. Okay, 210 plus 108 is 318 എന്നുണ്ടാവും. 318. So this is equal to 360 minus 318. അപ്പോൾ 360യിൽ നിന്ന് എന്ത് ചെയ്യുക, 318 മൈനസ് ചെയ്യുക. അപ്പോൾ 10 minus 8 is 2. Then here 5 minus 1 is equal to 4. So we'll get what? 42. So this is equal to 42 degree. So we got angle BAC is equal to 42. This angle will be of measure 42 degree. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് 6th ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണിത്. ഒരു റെഗുലർ പോളിഗൺ കൂടി എക്സ്ട്രാ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. Then 8th question. In the figure, ABCDF is a regular hexagon. Prove that triangle BDF drawn joining alternate vertices is equilateral. Okay, അപ്പോൾ ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. ആ റെഗുലർ ഹെക്സഗണിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് വെർട്ടീസസ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാറ്റ് ട്രയാങ്കിൾ ഈസ് equilateral triangle എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. We want to prove that the triangle formed by joining the alternate vertices of a regular hexagon is equilateral triangle. Okay, അപ്പോൾ ഈ വെർട്ടെക്സ് നമ്മൾ വരയ്ക്കാൻ വിചാരിക്കുക. ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാവും. ദാറ്റ് ട്രയാങ്കിൾ ഈസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ sides will be equal, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ആംഗിൾസ് ഓൾസോ വിൽ ബി ഈക്വൽ ആൻഡ് ഈച്ച് ആംഗിൾ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 60 ഡിഗ്രി എന്നും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ്. അപ്പോൾ 3 സൈഡ്സ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനുള്ള ന്യായങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ ഈസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇനി 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. 3 ആംഗിൾസ് 60 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ വി ക്യാൻ സേ ദാറ്റ് സിൻസ് ഓൾ ദ 3 ആംഗിൾസ് ആർ ഓഫ് മെഷർ 60 ഡിഗ്രി ദ ട്രയാങ്കിൾ ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഈ ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് എന്താണ്? ABCDEF. ഓക്കെ, അപ്പോൾ ABCDEF. അപ്പോൾ DFB അല്ലെങ്കിൽ BDF എന്നുള്ള ട്രയാങ്കിൾ എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു എന്താണ്? 120 ഡിഗ്രി. ഓക്കെ, therefore ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. പിന്നെന്താണ്? ED ഈസ് ഈക്വൽ ടു EF.
ഇ ഡിയും ഇ എഫും ഈക്വലാണ്. എന്തുകൊണ്ടാണ്? ദേ ആർ ദ സൈഡ്സ് ഓഫ് ദി റെഗുലർ ഹെക്സഗൺ. റെഗുലർ എന്ന് പേര് വന്നു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇ ഡി, ഡി സി, സി ബി, ഇ എ, എഫ്, എഫ് ഇ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ഈക്വലായി. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദിസ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഞാനതങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. ഇത് ഡി ഇ എഫ്. ഇതിൽ ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി, ഈ ട്രയാങ്കിൾ. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വലാണ്. അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് എഴുതി. എക്സ് മീൻസ് ബോത്ത് ആർ ഈക്വൽ എന്ന് കാണിക്കാൻ വേണ്ടി എഴുതി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏത് ആംഗിൾസ് ഈക്വൽ ആവുക? ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആവും. അതായത് ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ബോത്ത് വിൽ ബി ഈക്വൽ. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ മൂന്ന് ആംഗിൾസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം ഈസ് 180 ഡിഗ്രി ഇൻ എനി ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ 180യിൽ നിന്ന് നമ്മൾ ഈ 120 കുറച്ചാൽ നമുക്ക് 60 കിട്ടും. ആ 60 എന്നത് എന്താണ്? ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മാണ്. പക്ഷേ ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഈക്വലാണ്. അപ്പോൾ ഓരോന്നും എന്തായിരിക്കും? 60ൻ്റെ പകുതിയായിരിക്കും. ഹാഫ് ഓഫ് 60, ദാറ്റ് മീൻസ് 30. അപ്പോൾ ദിസ് ഈസ് 30 ആൻഡ് ദിസ് ഓൾസോ ഈസ് 30 നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ദിസ് ആംഗിൾ ഈസ് 60, ദിസ് ആംഗിൾ ഈസ് 60 നമുക്ക് കിട്ടും. അപ്പോൾ ഇ ഡി ഈസ് ഈക്വൽ ടു ഇ എഫ്. രണ്ട് സൈഡ്സ് ഈക്വലാണ്. therefore angle EDF is equal to angle EFD, that is equal to 180 minus 120 by 2, that's equal to 30 degree. Okay. EDF എന്ന ആംഗിളും EFD എന്ന ആംഗിളും രണ്ടും സെയിം ആയിരിക്കും. അത് രണ്ടും കിട്ടാൻ എന്ത് ചെയ്യുക? 180 നിന്ന് 120 മൈനസ് ചെയ്യുക, എന്നിട്ട് ഹാഫ് ആക്കുക. അപ്പോൾ നമുക്ക് 30 ഡിഗ്രി കിട്ടും. അങ്ങനെ ഇവിടെ ഈ ആംഗിൾ 30 ആണെന്ന് കിട്ടി, ഈ ആംഗിൾ 30 ആണെന്ന് കിട്ടി. സിമിലർലി എന്ന് പറഞ്ഞാൽ അതേപോലെ നടത്തും. നമ്മളിപ്പോൾ ചെയ്തതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ, അതായത് സി ഡി ബി എന്ന ആംഗിളും സി ബി ഡി എന്ന ആംഗിളും 30 ആണെന്ന് കിട്ടും. ഓക്കെ. ആംഗിൾ സി ഡി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഡി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഈ ആംഗിൾ 30 ആണ്, ഈ ആംഗിളും 30 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഇ ഡി സി എന്ന ആംഗിൾ, ഇതിനിടയിലുള്ള ലൈൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒറ്റ ആംഗിളേ ഉണ്ടാവും, ഇ ഡി സി എന്ന ആംഗിൾ. ആ ആംഗിൾ എന്താണ്? റെഗുലർ ഹെക്സഗൺ ആംഗിളാണ്. അപ്പോൾ അതിൻ്റെ മെഷർ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ആ 120 ഡിഗ്രി ഏതെല്ലാം കൂടിയതാണ്? ഈ 30യും ഈ 30യും ഈ നടുവിലുള്ള ആംഗിളും കൂടെ കൂടിയതാണ്. ഓക്കെ. അപ്പോൾ 120യിൽ നിന്ന്, ഓക്കെ, ഇ ഡി സി എന്ന റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിളിൻ്റെ മെഷർ 120 ഡിഗ്രി. ആ 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 + 30 + ദിസ് ആംഗിൾ അല്ലേ? അപ്പോൾ 30 + 30 എത്ര? 60 ആണ്. ആ 60 എന്ത് ചെയ്താൽ മതി? 120യിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എഫ് ഡി ബി എന്ന ആംഗിൾ, ഇവിടെയുള്ള ആംഗിൾ കിട്ടും. ഓക്കെ. അത് എത്രയാണെന്ന് കണ്ടെത്താം. ഓക്കെ. ആംഗിൾ എഫ് ഡി ബി, അതായത് ഈ ആംഗിൾ, ഓക്കെ, ഈസ് ഈക്വൽ ടു 120യിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക. എന്തെല്ലാം? 30 + 30, 30യും 30യും ആഡ് ചെയ്തിട്ട് അത് 120 മൈനസ് ചെയ്യുക. 30 + 30 ഈസ് ഈക്വൽ ടു 60. സോ 120 - 60 ഈസ് ഈക്വൽ ടു എത്രയായി? 60 ആയി. സോ വി ഗോട്ട് ദിസ് വൺ ഈസ് 60. അപ്പോൾ എഫ് ഡി ബി എന്ന ആംഗിൾ 60 എന്ന് കിട്ടി. അതേപോലെ, അതായത് ഇവിടെ 120 ആയിരിക്കും, ഇവിടെ 120 ആയിരിക്കും, ഇത് 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 120യിൽ നിന്ന് 30 + 30 കുറച്ചാൽ മതി. ഈ ആംഗിൾ കിട്ടാൻ അതേപോലെ 120യിൽ നിന്ന് 30 + 30 കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഇതൊക്കെ വെറുതെ എഴുതിയിടാം. 30, 30, ഇവിടെ 120, ഇവിടെ 120. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെ 60 കിട്ടി? അതേപോലെ തന്നെ 30 + 30 60, 60 120 മൈനസ് ചെയ്ത് വിൽ ഗെറ്റ് വാട്ട്? 60. അപ്പോൾ സിമിലർലി അതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നർത്ഥം നമുക്കെന്ത് പറയാം? ആംഗിൾ ഡി എഫ് ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ബി ഡി ഈസ് ഈക്വൽ ടു 60. ആ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? 60 തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. സോ സിമിലർലി we get
അതേപോലൊക്കെ തന്നെ ചെയ്യുമ്പോൾ നമുക്കെന്ത് കിട്ടുന്നു? ആംഗിൾ ഡി എഫ് ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഡി എഫ് ബി ദിസ് വൺ. ഓക്കെ, അതേപോലെ തന്നെ ആൻഡ് ആംഗിൾ എഫ് ബി ഡി, ആംഗിൾ എഫ് ബി ഡി ഈസ് ഈക്വൽ ടു 60 degree. അപ്പോൾ 3 ആംഗിൾസ് 60, 60, 60. So we can say that triangle FTB is equilateral triangle. അല്ലെങ്കിൽ triangle BDF, triangle BDF is equilateral triangle. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ നമുക്ക് 3 രീതി പേര് കൊടുക്കാം. എങ്ങനെ? FBD അല്ലെങ്കിൽ BDF അല്ലെങ്കിൽ DFB എന്നൊക്കെ വിളിക്കാം. നേരെ തിരിച്ച് ഇങ്ങനെ വിളിക്കാം, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. എങ്ങനെ പറഞ്ഞാലും 3 വെർട്ടീസസ് ഓർഡറിൽ വരുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രയാങ്കിൾ BDF. അതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ BDF എന്ന് തന്നെ എഴുതാം. Therefore ട്രയാങ്കിൾ BDF ഈസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം സത്യമായിരിക്കും എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ദ ട്രയാങ്കിൾ ഒബ്റ്റൈൻഡ് ബൈ ജോയിനിങ് alternate vertices of a regular hexagon is equilateral triangle. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ? ഏത് റെഗുലർ ഹെക്സഗൺ കിട്ടിയാലും അതിൻ്റെ ഓൾട്ടർനേറ്റ് വെർട്ടീസസ് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രയാങ്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ എന്തായിരിക്കും? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ സൈഡ്സ് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൈഡ്സിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കും. ആംഗിൾസ് മെഷർ ചെയ്ത് നോക്കിയാൽ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? 60 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ അത് എന്തായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ആ ഒരു വസ്തുത യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറയാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണേണ്ട ഒരു സാഹചര്യം വരുന്നു. അല്ലെങ്കിൽ ഒരു PSC ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ PSC ക്വസ്റ്റ്യനിൽ ഇറ്റ്സ് എ റെഗുലർ ഹെക്സഗൺ ആൻഡ് വാട്ട് ഈസ് എ മെഷർ ഓഫ് ദിസ് ട്രയാങ്കിൾ ആംഗിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റൈറ്റ്, ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് 16. ഓക്കെ, PSCക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ വിചാരിക്കും. ഇങ്ങനെ വന്നു എന്നിട്ട് ഈ ഫിഗറിനെ കുറിച്ച് പറയുന്നത് എന്താ? ഇറ്റ്സ് എ റെഗുലർ ഹെക്സഗൺ. വാട്ട് ഈസ് എ മെഷർ ഓഫ് ദിസ് ആംഗിൾ എന്ന് ചോദിച്ചു. അപ്പോൾ വേറെ ഒരു ആംഗിളും തന്നിട്ടില്ല, ഒരു മെഷറും തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മെഷർ എത്രയാണെന്ന് എങ്ങനെ പറയും എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ഇതറിയാമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വാട്ട് ദി ആംഗിൾ ഈസ് 60 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. സോ ദിസ് ഫാക്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, question 9. In the figure, ABCDF is a regular hexagon. Prove that ACDF is rectangle. ഇതേപോലെ തന്നെ ഒരു റെഗുലർ ഹെക്സഗൺ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കുന്നുള്ളൂ. ആദ്യമുള്ളത് റെക്റ്റാങ്കിൾ അല്ല, ആദ്യം ഇങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. ആ റെഗുലർ ഹെക്സഗണിൻ്റെ പേര് ABCDEF. ഓക്കെ, ABCDEF ഇതാണ് റെഗുലർ ഹെക്സഗണിൻ്റെ പേര്. എന്നിട്ട് ഇതിലെ AF എന്നുള്ള രണ്ട് എന്താണ് വെർട്ടീസസ് ഇങ്ങനെ നേരെ വെർട്ടീസസിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് വെർട്ടീസസിലേക്ക് ലൈൻസ് വരച്ചു. അപ്പോൾ അവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായി. 4 സൈഡ്സുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ. ആ ക്വാഡ്രിലാറ്ററൽ എന്താണ്?
റെക്റ്റാങ്കിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ കുറേ റീസൺസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 2 ഫിഗർ വരയ്ക്കുക. ആൻഡ് യു നോ വാട്ട് ആർ ദീസ് 2 ഫിഗേഴ്സ്. ഓക്കെ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് എന്താണ്? റെക്റ്റാങ്കിളാണ്, ഇത് സ്ക്വയറുമാണ്. ഇതിന് രണ്ടിനും പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട് പൊതുവായിട്ട്. അതിൽ പൊതുവായിട്ടുള്ള എ കോമൺ തിങ് ഈസ് ദാറ്റ് ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി ആംഗിൾസ്. ഓക്കെ, ഇവിടെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഹിയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഓൺലി ആർ ഈക്വൽ. ദീസ് 2 ആർ ഈക്വൽ ആൻഡ് ദീസ് 2 ആർ ഈക്വൽ. 4 സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഓക്കെ, അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്റ്റ് എന്താണ്? ഇതിലെ എല്ലാ ആംഗിൾസും 90 ആണ്, ഇതിലെ എല്ലാ ആംഗിൾസും 90 ആണ്. ദാറ്റ് മീൻസ് ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. ഹിയർ ഓൾസോ ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. അപ്പോൾ 4 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ, അതിൽ എല്ലാ ആംഗിൾസും 90 ആണെങ്കിൽ ദാറ്റ് ഈസ് എ സ്ക്വയർ. ഓക്കെ, എന്നാൽ 4 സൈഡ്സ് ഈക്വൽ അല്ല, അതിലെ എല്ലാ ആംഗിൾസും എന്താണ്? 90 ഡിഗ്രിയാണ്. ദെൻ ഇറ്റ് ഈസ് വാട്ട്? റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ ആംഗിൾസും 90 ആണെന്ന് പ്രൂവ് ചെയ്താൽ റെക്റ്റാങ്കിൾ ആണോ അല്ലെങ്കിൽ സ്ക്വയർ ആണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ ആംഗിൾസും 90 ആകുകയും സൈഡ്സ് ഈക്വൽ അല്ലാതിരിക്കുകയും ചെയ്താൽ ദാറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്ക്വയർ. അപ്പോൾ ഈ ഫിഗറിലേക്ക് നമ്മൾ നോക്കിയാൽ തന്നെ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദിസ് സൈഡ് ഈസ് ലോങ്ങർ ദാൻ ദിസ്. ഓക്കെ, ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ എന്താണ്? നീളം കൂടുതലാണ് നമുക്ക് മനസ്സിലാവും. ഇത് 2 സൈഡ്സ് ഈക്വൽ അല്ല, ഇത് 2 ഈക്വൽ അല്ല, ഇത് 2 ഈക്വൽ അല്ല, ഓൺലി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. നമുക്ക് മനസ്സിലാവും നോക്കിയല്ലേ. അതുകൊണ്ട് ഇത് എന്തായാലും സ്ക്വയർ ആവില്ല. അപ്പോൾ പിന്നെ എന്താവാനേ സാധ്യതയുള്ളൂ? റെക്റ്റാങ്കിൾ ആവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ എന്ത് വേണം? എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആവണം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ തന്നു. ഇതിലെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. ഇതുകൊണ്ട് ഇത് റെക്റ്റാങ്കിൾ ആവുന്നില്ല. കാരണം ഇതിൻ്റെ ഈ ആംഗിൾ മോർ ദാൻ 90 ആണ്, ഇത് ലെസ് ദാൻ 90 ആണ്. എല്ലാ ആംഗിൾസും 90 ആണെങ്കിൽ ഇതെന്താവുള്ളൂ? റെക്റ്റാങ്കിളായി മാറുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? എല്ലാ ആംഗിൾസും 90 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെയും റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഓൾ ആംഗിൾസ് ആർ 120 ഡിഗ്രി അല്ലേ? എല്ലാം 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ദിസ് വൺ ഈസ് 120. പിന്നെ ഈ എഫ് ഇയും ഇ ഡിയും രണ്ടും എന്താണ്? ഈക്വലാണ്. ഈക്വൽ ആയതുകൊണ്ട് നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് 30 ആൻഡ് ദിസ് വൺ ഈസ് 30 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഈ വര ഇവിടെ ഇല്ലാതിരിക്കുക, ലൈൻ ഇല്ലാതിരിക്കുക. ദെൻ യു ക്യാൻ സീ എൻ ആംഗിൾ ലൈക്ക് ദിസ് ഇ എഫ് എ. ഇ എഫ് എ എന്ന ആംഗിൾ എന്താണ്? ദാറ്റ് ഈസ് an angle of regular hexagon, therefore its measure is 120 degree. ഓക്കെ, അതിൻ്റെ മെഷർ 120 ഡിഗ്രി ആയിരിക്കും. ആ 120 2 പാർട്ടാക്കിയതിലൊരു പാർട്ടാണ് ഇത് 30. അപ്പോൾ 120ൽ നിന്ന് 30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 90. therefore this angle is 90. ഓക്കെ, ഈ ആംഗിൾ എത്രയായി മാറും? 90 ആയി മാറും. അല്ലെങ്കിൽ വി ഗെറ്റ് ദ മെഷർ ഓഫ് ദാറ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. 90 ഡിഗ്രിന്ന് കിട്ടും. അപ്പോൾ ഇത് 90 ആണെങ്കിൽ സിമിലർലി, അതായത് ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടാണോ 90 കിട്ടി അതേപോലെ നമ്മൾ ചെയ്താൽ ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി 90 ആൻഡ് ദിസ് ഇസ് 90, ദിസ് ഇസ് 90. അങ്ങനെ എല്ലാ ആംഗിൾസ് എന്തായി മാറും? 90 ഡിഗ്രിയായി മാറും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്തെന്ന്? ഈച്ച് ആംഗിൾ of regular hexagon is equal to 120 degree. Therefore angle E is equal to 120 degree. Okay, FE കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ FE is equal to ED. Therefore angle EFD is equal to angle EDF is equal to 30 degree. കേട്ടോ, EFD ഈ ആംഗിളും EDF എന്ന ആംഗിളും രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ടു 30 ഡിഗ്രി. അങ്ങനെ 30 ഡിഗ്രി കിട്ടുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചേരുന്നു. ഓക്കെ, 180 മൈനസ് 120 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ 60/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 30.
ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി 30 എഴുതിയത്. ഓക്കെ, അത് ഇവിടെയും എഴുതണം എന്ന് തോന്നുന്നവർക്ക് അത് തന്നെ ഇവിടെ എഴുതാം. ഈസ് ഈക്വൽ ടു 180 മൈനസ് 120 ഹോൾ ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 60/2 ഈസ് ഈക്വൽ ടു 30 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ആംഗിൾ EFA എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഇങ്ങനെ ടോട്ടൽ. ഓക്കെ, ദാറ്റ്സ് ദി ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ ദാറ്റ്സ് ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30യും ഈ ആംഗിളും കൂടെ ചേർന്നതാണ് 120 ഡിഗ്രി. ഓക്കെ, ദെർഫോർ ആംഗിൾ AFD അതായത് ഈ ആംഗിൾ. ഓക്കെ, ദെർഫോർ ആംഗിൾ AFD is equal to 120 minus 30 is equal to 90. അപ്പോൾ ഈ ആംഗിൾസ് 90 എന്ന് കിട്ടി. സിമിലർലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തതുപോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. വി ഗെറ്റ് നമുക്ക് കിട്ടുന്നു, എന്ത് കിട്ടുന്നു? ആംഗിൾ FAC ആംഗിൾ FAC is equal to 90. Okay, ACD is equal to 90. CDF this angle is equal to 90. എല്ലാം 90. അപ്പോൾ എല്ലാം ഈക്വൽ ആണ്. ഓക്കെ, സോ വി ക്യാൻ ഡയറക്റ്റ്ലി റൈറ്റ് ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്നത്. Therefore angle FAC is equal to angle ACD equal to angle CDF is equal to 90 degree. Okay, angle FAC is equal to angle ACD is equal to angle CDF is equal to 90 എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണവും 90 എന്നർത്ഥം. അപ്പോൾ നേരത്തെ ഒരു ആംഗിൾ 90 എന്ന് കിട്ടി. അപ്പോൾ 3 1 4 ആംഗിൾസ് എന്തായി 90 ആയി. ഓക്കെ, ഇവിടെയോ all sides are not equal. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് all angles are right angles and all sides are not equal. Therefore this ACDF is a rectangle. Okay, all angles are 90 degree angles അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് all sides are not equal. Therefore ACDF is a rectangle. ACDF എന്നുള്ളത് എന്താണ്? ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് നമുക്ക് കിട്ടുന്നു. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇതേപോലെ ഏതൊരു റെഗുലർ ഹെക്സഗണിൻ്റെയും ഏതെങ്കിലും അടുത്തടുത്തുള്ള രണ്ട് വെർട്ടീസസ് നേരെ ഓപ്പോസിറ്റ് വെർട്ടീസസിലേക്ക് ലൈൻസ് വരച്ചാൽ അവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാവും. ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഈസ് ഓൾവേസ് റെക്റ്റാങ്കിൾ. അവിടെ ഉണ്ടാകുന്ന ആംഗിൾസൊക്കെ 90 ആയി മാറും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. 3 സൈഡ്സുള്ള പോളിഗണിനെ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നു. 4 സൈഡ്സുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നു. 5 സൈഡ്സുള്ള പോളിഗനാണ് പെൻറ്റഗൺ എന്ന് പറയുന്നു. 6 സൈഡ്സുള്ളതാണെങ്കിൽ ഹെക്സഗൺ എന്ന് പറയുന്നു. അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 7 സൈഡ്സ് ആണെങ്കിൽ നമ്മൾ ഹെപ്റ്റഗൺ എന്ന് പറയും. 8 ആണെങ്കിൽ ഒക്ടഗൺ എന്ന് പറയും. 9 ആണെങ്കിൽ നോനഗൺ എന്ന് പറയും. 10 ആണെങ്കിൽ നമ്മൾ ഡെക്കഗൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നോനഗൺ, ഡെക്കഗൺ അങ്ങനെയാണ് 7 സൈഡ്സ്, 8 സൈഡ്സ്, 9 സൈഡ്സ്, 10 സൈഡ്സ് ഉള്ളതിന് പേര് പറഞ്ഞു. അതിനങ്ങോട്ട് വേറെയും പോളിഗൺസൊക്കെ ഉണ്ട്. അതിനൊക്കെ വേറെ പേരുകളുണ്ട്. അപ്പം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയുമാണ്. ഓക്കെ, ഈ 10 എണ്ണത്തിൻ്റെ പേരുകളാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. അപ്പോൾ അതോടുകൂടി പോളിഗൺസ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ ഏതാണ്? ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററാണ്. that we can discuss in the next class. Thank you for watching and see you next day.